നമസ്കാരം. KCN വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന സംഭവങ്ങൾ. ദേശീയ പണിമുടക്ക് പൂർണ്ണം. സ്ഥാപനങ്ങളും കടകളും അടഞ്ഞുകിടന്നു. നിരത്തിലിറങ്ങിയത് സ്വകാര്യ വാഹനങ്ങൾ മാത്രം. ദേശീയ പണിമുടക്കിൽ ട്രേഡ് യൂണിയൻ സംഘടനകൾ കൈകോർത്തു. വിവിധ കേന്ദ്രങ്ങളിൽ പ്രകടനവും പൊതുയോഗവും. പണിമുടക്കിന് സേവനമാക്കി രാഷ്ട്രീയ പാർട്ടികളും യുവ കൂട്ടായ്മകളും. കറന്തക്കാട്ട് കാട് വെട്ടിത്തെളിച്ച് BJP പ്രവർത്തകർ. പൗവലിൽ തകർന്ന റോഡ് നന്നാക്കി യുവാക്കൾ. MLAയുടെ കാർ നമ്പറിൽ നിറയുന്നത് വിപ്ലവ പോരാട്ടത്തിന്റെ ഓർമ്മ. കയ്യൂർ സമരത്തിന്റെ ഓർമ്മകളുമായി M. രാജഗോപാൽ MLA. മാലിന്യം തള്ളുന്നത് റോഡരികിൽ. പകർച്ചവ്യാധി ഭീഷണിയിൽ ഉദ്യാവാരവാസികൾ. പഴമയുടെ മഹിമയുമായി പീപ്പിൾസ് കോളേജ് വിദ്യാർത്ഥികൾ. ചിങ്ങക്കളത്തിൽ വിരിഞ്ഞത് ഗ്രഹാതുരത്വത്തിന്റെ സുഗന്ധം. വിശദമായ വാർത്തകളിലേക്ക്. കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നിലപാടിൽ പ്രതിഷേധിച്ച് സംയുക്ത ട്രേഡ് യൂണിയൻ സംഘടനകൾ ആഹ്വാനം ചെയ്ത ദേശീയ പണിമുടക്ക് ജില്ലയിൽ പൂർണ്ണം. ചില സ്വകാര്യ വാഹനങ്ങൾ ഓടിയതൊഴിച്ചാൽ നാട് നിശ്ചലമായിരുന്നു. കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ സംയുക്ത ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ വ്യാഴാഴ്ച അർദ്ധരാത്രിയോടെ ആരംഭിച്ച പണിമുടക്ക് കാസർഗോഡ് ജില്ലയിൽ പൂർണ്ണമായിരുന്നു. BMS ഒഴികെയുള്ള മുഴുവൻ ട്രേഡ് യൂണിയനുകളും സമരത്തിൽ പങ്കെടുത്തു. KSRTC ബസ്സുകളും സ്വകാര്യ ബസ്സുകളും അടക്കമുള്ള പൊതുവാഹനങ്ങളൊന്നും നിരത്തിലിറങ്ങിയില്ല. അതേസമയം ചില സ്വകാര്യ വാഹനങ്ങൾ അങ്ങിങ്ങായി ഓടി. ഏതാനും ഓട്ടോറിക്ഷകളും നിരത്തിലിറങ്ങി. പാൽ, പത്രം, ആശുപത്രി, എയർപോർട്ട് തുടങ്ങിയ അവശ്യ സർവീസുകൾ മാത്രമാണ് പണിമുടക്കിൽ നിന്നും ഒഴിവാക്കിയത്. പണിമുടക്ക് ജില്ലയിൽ ബന്ദിന്റെ പ്രതീതി ഉളവാക്കി. കടകളും ഹോട്ടലുകളും മറ്റു സ്ഥാപനങ്ങളും അടഞ്ഞുകിടന്നു. സർക്കാർ ഓഫീസുകളിൽ ഹാജർ നില വളരെ കുറവായിരുന്നു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊന്നും തുറന്നു പ്രവർത്തിച്ചില്ല. ദേശീയ പണിമുടക്കിനോടനുബന്ധിച്ച് കാസർഗോഡ് ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ തൊഴിലാളി പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. കാസർഗോഡ് നടന്ന പ്രകടനത്തിൽ വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ പങ്കെടുത്തു. കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നിലപാടിൽ പ്രതിഷേധിച്ച് സംയുക്ത ട്രേഡ് യൂണിയൻ ആഹ്വാനം ചെയ്ത ദേശീയ പണിമുടക്കിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് കാസർഗോഡ് തൊഴിലാളി പ്രകടനം സംഘടിപ്പിച്ചു. KSRTC ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് ആരംഭിച്ച പ്രകടനം നഗരം ചുറ്റി പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു. തുടർന്ന് നടന്ന യോഗം CITU സംസ്ഥാന സെക്രട്ടറി P. രാഘവൻ ഉദ്ഘാടനം ചെയ്തു. അംഗീകരിച്ചത് എന്ന് BMSകാർ പറയണം. വിലക്കയറ്റം തടയാൻ എന്തെങ്കിലും നടപടി ഗവൺമെന്റ് എടുത്തോ? ഈ ഗവൺമെന്റ് അധികാരത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പിൽ BJP പറഞ്ഞത് പൊതുവിതരണ ശൃംഖല ശക്തിപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ വിലക്കയറ്റം തടയുമെന്നാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ക്രൂഡ് ഓയിലിന്റെ വിലയാണ്. കോൺഗ്രസിന്റെ ഗവൺമെന്റ് രാജ്യം ഭരിക്കുമ്പോൾ BMSന്റെ ആൾക്കാർ പണിമുടക്കിൽ പങ്കെടുത്തുകൊണ്ട് വിലക്കയറ്റം തടയണമെന്ന് ആവശ്യപ്പെടുകയുണ്ടായി. INTUC നേതാവ് R. വിജയകുമാർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. CH കുഞ്ഞമ്പു, TK രാജൻ, T. കൃഷ്ണൻ, ഭുവനചന്ദ്രൻ, അഷ്റഫ് എടനീർ, ഷാഹുൽ അമീദ്, മുത്തലിബ് പാറക്കറ്റ്, കരിവള്ളൂർ വിജയൻ, CMA ജലീൽ, ബിജു ഉണ്ണിത്താൻ തുടങ്ങിയവർ സംസാരിച്ചു. പണിമുടക്ക് ദിനത്തിൽ BJP പ്രവർത്തകരുടെ കരസേവ. കറന്തക്കാട് റോഡരികിൽ അപകട ഭീഷണി ഉയർത്തുന്ന മരച്ചില്ലകളും കാടുകളും വെട്ടിമാറ്റിയാണ് BJP പ്രവർത്തകർ പണിമുടക്ക് ദിവസത്തെ സേവന ദിനമാക്കി മാറ്റിയത്. പണിമുടക്ക് ദിവസത്തിലും പണിമുടക്കാത്ത സേവനവുമായി BJP പ്രവർത്തകർ വ്യത്യസ്തത പകരുകയായിരുന്നു. കറന്തക്കാട് ദേശീയപാതയ്ക്കരികിൽ വാഹനങ്ങൾക്ക് തടസ്സമാകുന്ന മരച്ചില്ലകളും കാടുകളുമാണ് BJP പ്രവർത്തകർ വെട്ടിമാറ്റിയത്. BJP പ്രവർത്തകരുടെ സേവനങ്ങൾക്ക് സഹായവുമായി KSEBയും ഫയർഫോഴ്സും എത്തി. പരിപാടി രവീശ തന്ത്രി കുണ്ടാർ ഉദ്ഘാടനം ചെയ്തു. കൗൺസിലർമാരായ രവീന്ദ്ര പൂജാരി, ദുർഗപ്പ, N. സതീഷ്, സുരേന്ദ്രൻ, മഞ്ജുനാഥ, മുരളി തുടങ്ങിയവർ നേതൃത്വം നൽകി. പണിമുടക്കാത്ത സേവനം. റോഡ് നന്നാക്കി ബഫേ ആൻഡ് സപ്ലൈ അസോസിയേഷനും പോവൽ BCC ക്ലബും. പോവൽ 8-ാം മൈൽ റോഡ് നന്നാക്കിയാണ് ഇവർ മാതൃക പകർന്നത്. അവധി ദിവസങ്ങളിൽ വീട്ടിനുള്ളിൽ ഒതുങ്ങിക്കൂടാതെ നാടിന്റെ നന്മയ്ക്കു വേണ്ടി കൈകോർത്ത പോവൽ ബെഞ്ചുകോട്ട് BCC ക്ലബിന്റെയും ബഫേ ആൻഡ് സപ്ലൈ അസോസിയേഷന്റെയും പ്രവർത്തനം പരക്കെ പ്രശംസിക്കപ്പെട്ടു. തകർന്നു കിടക്കുന്ന പോവൽ 8-ാം മൈൽ റോഡ് നന്നാക്കിയാണ് ഇവർ മാതൃക പകർന്നത്. ചെർക്കള ജാൽസൂർ അന്തർ സംസ്ഥാന പാതയായ ഇവിടെ മാസങ്ങളായി റോഡ് തകർന്നു കിടക്കുകയാണ്.
നിർമ്മാണത്തിലെ അപാകതയാണ് ടാറിംഗ് അതിവേഗം തകരാൻ കാരണമെന്ന് ആക്ഷേപമുണ്ട്. നേരത്തെ ആളുകളുടെ കണ്ണിൽ പൊടിയിട്ട് റോഡ് നിർമ്മാണം നടത്തുന്നത് ക്ലബ്ബ് പ്രവർത്തകർ തടഞ്ഞിരുന്നു. റോഡ് തകർന്നത് കാരണം ഇവിടെ അപകടവും പതിവാണ്. തകർന്ന കുഴിയിൽ വീണ് കഴിഞ്ഞ വർഷം ഒരു യുവാവ് മരിച്ചിരുന്നു. പിന്നെയും നിരവധി അപകടം സംഭവിച്ചു. സമാധാന പ്രവർത്തനത്തിന് ജാസർ പൗൽ, ബദ്രുദ്ദീൻ, ഫൈസൽ, മുനീർ പള്ളിക്കാൽ, കബീർ വളപട്ടണം തുടങ്ങിയവർ നേതൃത്വം നൽകി. കയ്യൂർ സമരത്തിന്റെ ഓർമ്മയുമായി MLAയുടെ കാർ. തൃക്കരിപ്പൂർ MLA M രാജഗോപാലിന്റെ കാർ നമ്പറാണ് കയ്യൂർ സമരത്തെ ഓർമ്മിപ്പിക്കുന്നത്. KL 60L1943 എന്ന നമ്പറുമായി തൃക്കരിപ്പൂർ MLA M രാജഗോപാലിന്റെ കാർ നിരത്തിലൂടെ നീങ്ങുമ്പോൾ അത് ഒരു പോരാട്ടത്തിന്റെ ഓർമ്മപ്പെടുത്തലായി മാറുന്നു. ജന്മിത്വത്തിനും നാടുവാഴിത്വത്തിനുമെതിരായ 1943 നടന്ന കയ്യൂർ സമരത്തിന്റെ ഓർമ്മകളാണ് ഈ കാർ നമ്പർ പറഞ്ഞു തരുന്നത്. 1943 മാർച്ച് 29 നടന്ന ആ സമരത്തിൽ 4 കമ്മ്യൂണിസ്റ്റ് പോരാളികൾക്കായിരുന്നു ജീവൻ നഷ്ടമായത്. മടത്തിൽ അപ്പു, കോയിത്തട്ടിൽ ചീരുകണ്ഠൻ, പള്ളിക്കൽ അബൂബക്കർ, പട്ടോര കുഞ്ഞമ്പു എന്നിവർ രക്തസാക്ഷിത്വം വഹിച്ച ആ സമരം ഇന്നും വിപ്ലവ പോരാട്ടങ്ങൾക്ക് കരുത്തു പകരുന്ന ഓർമ്മകളാണ്. കമ്മ്യൂണിസ്റ്റ് രക്തം ഉള്ളിൽ കൊണ്ടു നടക്കുന്ന രാജഗോപാലിന് MLA ആയി തിരഞ്ഞെടുക്കപ്പെട്ട ഉടനെ കാർ കയ്യിലെത്തിയപ്പോൾ മറ്റൊരു നമ്പറിനെ കുറിച്ചും ചിന്തിക്കാനാവുമായിരുന്നില്ല. അതുകൊണ്ടാണ് ജന്മിത്വത്തിനെതിരെയുള്ള പോരാട്ടം നടന്ന വർഷത്തിന്റെ ഓർമ്മകൾ നിറയുന്ന നമ്പർ തന്നെ സ്വീകരിച്ചത്. ഉള്ളിലൊഴുകുന്ന കമ്മ്യൂണിസ്റ്റ് രക്തം പോലെ തന്നെ തലയിലെ ക്യൂബത്തൊപ്പിയും രാജഗോപാലിന്റെ വികാരവും അടയാളമാണ്. ഓരോ തലമുറയ്ക്കും ആവേശം പകരുന്ന വികാരമാണ് കയ്യൂർ സമരമെന്ന് രാജഗോപാൽ പറഞ്ഞു. ഇന്ത്യൻ രാഷ്ട്രീയ ഭൂപടത്തിലെ അഗ്നിബിന്ദുവാണ് കയ്യൂർ. ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനും ജന്മിത്വത്തിനും മുതലാളിത്തത്തിനുമെല്ലാം എതിരായിട്ടുള്ള പോരാട്ടത്തിൽ ജീവൻ ബലിയർപ്പിച്ച അനശ്വരരായ കയ്യൂർ രക്തസാക്ഷികളുടെ സ്മരണീയ വർഷമാണ് 1943. 1943 മാർച്ച് 29 കയ്യൂരിലെ ധീരരായ 4 സഖാക്കൾ തൂക്കിലേറ്റപ്പെടുന്നു. അപ്പോൾ ആ കയ്യൂർ സഖാക്കളുടെ പ്രോജ്വലമായ സ്മരണയെ മുൻനിർത്തിയുള്ള കയ്യൂർ സംഭവത്തിൻ്റെ സ്മരണ പുതിയ തലമുറയിലേക്കടക്കം ഓർമ്മപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് കൂടിയാണ് 1943 തിരഞ്ഞെടുക്കാൻ കാരണം. റോഡരികിൽ മാലിന്യം തള്ളി സാമൂഹ്യ വിരുദ്ധർ. ഉദ്യാവാരയ്ക്ക് സമീപമാണ് റോഡരികിൽ സാമൂഹ്യ വിരുദ്ധർ നിരന്തരമായി മാലിന്യങ്ങൾ തള്ളുന്നത്. ഉദ്യാവര ശ്മശാനത്തിലേക്കുള്ള റോഡരികിലാണ് രാത്രികാലങ്ങളിൽ വ്യാപകമായി മാലിന്യം തള്ളുന്നത്. മാലിന്യം രോഗഭീതി പരത്തുമെന്ന ആശങ്ക ഉയർന്നതോടെ ഇവിടെ മാലിന്യം തള്ളരുത് എന്ന ബോർഡ് സ്ഥാപിച്ചുവെങ്കിലും അതിനിടയിൽ തന്നെയാണ് മാലിന്യം നിക്ഷേപിക്കുന്നത്. തൊട്ടരികിലായി അംഗനവാടിയും പ്രവർത്തിക്കുന്നുണ്ട്. സാമൂഹ്യദ്രോഹികളുടെ ദ്രോഹം കാരണം രോഗഭീതിയിലാണ് ഇപ്പോൾ ഈ പ്രദേശത്തുകാർ. ഇവിടെ കച്ചറ കൂട്ടിയിട്ട് കൊതും ഇതും ഉണ്ട്. നാട്ടിലെ ആൾക്കാർക്ക് നടക്കാനൊന്നും കഴിഞ്ഞില്ല. അത്രയും വൃത്തികേടായിട്ടുള്ളത്. ഇവിടെ വൃത്തികേടായിട്ട് ഞങ്ങൾക്കെല്ലാം നടക്കാൻ കഴിയില്ല നാറ്റത്തിൽ. ഇതിന് തൊട്ടടുത്തില്ലേ അംഗനവാടി ഉള്ളത്. പിള്ളേർക്കെല്ലാം പഠിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഇത് വൃത്തികേട് കാണുമ്പോൾ നാറ്റാണ് ഇത്. പിന്നെ വോട്ടിൻ്റെ എല്ലാവരും പാഞ്ഞുകൊണ്ട് വരുന്നായിരുന്നു ആ സമയത്ത്. ഇപ്പം ആരും ഇനി നോക്കുന്നവരില്ല. പഴമയുടെ മഹിമയുമായി പീപ്പിൾസ് കോളേജ് വിദ്യാർത്ഥികൾ ചിങ്ങക്കളം വരച്ചു. മൂന്നാട് പീപ്പിൾസ് കോളേജിലെ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ വിഭാഗമാണ് പരിപാടി നടത്തിയത്. ഭസ്മവും തിരിയും ഉപയോഗിച്ചാണ് മത്സരാർത്ഥികൾ കളം വരച്ചത്. മത്സരത്തിൽ 2 പേരടങ്ങുന്ന 15ഓളം ടീമുകൾ പങ്കെടുത്തു. 3ാം സെമസ്റ്റർ BComലെ M നിമിത, MB ഷീജ, 3ാം സെമസ്റ്റർ BCom കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിലെ BC കിരൺ, V ശരൺ എന്നിവർ യഥാക്രമം 1, 2 സ്ഥാനങ്ങൾ നേടി. 2 ടീമുകൾ 3ാം സ്ഥാനവും കരസ്ഥമാക്കി. BBA വിദ്യാർത്ഥികളായ ഷിലൂജ് P സാജു, K ക്രിജിൻ, സനീഷ് ചന്ദ്രൻ, K വിനയൻ, വിഷ്ണുജിത്ത് പ്രഭാകരൻ, K അഞ്ജു, KM ഷിയ, P ഷീനില തുടങ്ങിയവർ നേതൃത്വം നൽകി. പരിപാടി കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ CK ലൂക്കോസ് ഉദ്ഘാടനം ചെയ്തു. ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ തലവൻ G പുഷ്പാകരൻ ബെണ്ടിച്ചാൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. KPCC ആവിഷ്കരിക്കുന്ന ഹരിത സമൃദ്ധി പദ്ധതിക്ക് തുടക്കമായി. അച്ചാനൂർ പഞ്ചായത്തിലെ കാട്ടുകുളങ്ങരയിലാണ് ഹരിത സമൃദ്ധി പദ്ധതി നടപ്പിലാക്കുന്നത്. KPCC ആവിഷ്കരിക്കുന്ന ഹരിത സമൃദ്ധി പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം അജാനൂർ പഞ്ചായത്തിലെ കാട്ടുകുളങ്ങരയിൽ വെച്ചാണ് നടന്നത്. KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു ഉദ്ഘാടനം നിർവഹിച്ചു. ജില്ലയിലെ എല്ലാ മണ്ഡലതലങ്ങളിലും ജൈവകൃഷി നടത്തുമെന്നും കൃഷിക്കാവശ്യമായ പ്രോത്സാഹനം KPCCയുടെ നേതൃത്വത്തിൽ നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. കൃഷി ഇന്ത്യ രാജ്യത്തിന്റെ ഏറ്റവും മഹത്തായ ഒരു ഘടകമാണ്. ആ ഘടകം എന്നുള്ള നിലയിൽ തന്നെ നമുക്കതിനെ കാണേണ്ടതായിട്ടുണ്ട്. അതിനെ കാണുമ്പോൾ നമ്മൾ കാർഷിക രംഗത്തേക്ക് വരണം. കാർഷിക രംഗം എന്ന് പറയുന്നിടത്താണ് ജൈവ കാർഷിക രംഗത്തിന്റെ പ്രാധാന്യം ഉൾക്കൊള്ളുന്നത്. അജാനൂർ പഞ്ചായത്തിലെ കാട്ടുകുളങ്ങരയിലെ 1/2 ഏക്കർ സ്ഥലത്താണ് പച്ചക്കറി കൃഷിക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത്. KN വാസുദേവൻ നായർ അധ്യക്ഷനായി. DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് CK ശ്രീധരൻ മുഖ്യപ്രഭാഷണം നടത്തി.
MC ജോസ്, ഗോവിന്ദൻ നായർ, PV സുരേഷ്, ഹക്കീം കുന്നിൽ, MC പ്രഭാകരൻ, സെബാസ്റ്റ്യൻ, ഹരീഷ് P നായർ, ദിനേശൻ, എക്കാൽ കുഞ്ഞിരാമൻ, P ബാലകൃഷ്ണൻ, KP മോഹനൻ, നാരായണൻ, K രാഹുൽ, NV അരവിന്ദാക്ഷൻ നായർ തുടങ്ങിയവർ സംസാരിച്ചു. കാസർഗോഡ് ജില്ലയുടെ നൊമ്പരമാണ് എൻഡോസൾഫാൻ ദുരിതബാധിതരെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് AGC ബഷീർ പറഞ്ഞു. ദുബായ് പാറപ്പള്ളി മേഖല നടപ്പിലാക്കുന്ന കുടിവെള്ള പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അമ്പലത്തറ സ്നേഹവീടിനു വേണ്ടി ദുബായ് പാറപ്പള്ളി മേഖല KMCC നടപ്പിലാക്കുന്ന കുടിവെള്ള പദ്ധതിയുടെ ഉദ്ഘാടനം നടന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് AGC ബഷീർ കുടിവെള്ള പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. എൻഡോസൾഫാൻ ദുരിതബാധിതർ കാസർഗോഡ് ജില്ലയുടെ നൊമ്പരമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഏറ്റവും വലിയ കാരുണ്യ പ്രവർത്തനം കുടിവെള്ളം എത്തിക്കുക എന്നുള്ളതാണെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. എൻഡോസൾഫാൻ ദുരിതബാധിതരായ കുട്ടികൾക്ക് വേണ്ടി അമ്പലത്തറ ഈ പാറപ്പള്ളിയിൽ അംഗനവാടിക്ക് സമീപം നിർമ്മിക്കുന്ന സ്നേഹവീടിനോടനുബന്ധിച്ച് കുടിവെള്ള പദ്ധതിയാണ് ഇവിടെ ദുബായ് പാറപ്പള്ളി മേഖല KMCCയുടെ സഹായത്തോടു കൂടി ഇന്നിപ്പോൾ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചിട്ടുള്ളത്. ഏറ്റവും വലിയ കാരുണ്യ പ്രവർത്തനമാണ് കുടിവെള്ളം എത്തിക്കുക എന്നുള്ളത്. ഇസ്ലാം മതവിശ്വാസം അനുസരിച്ച് അതൊരു ജാരിയായ സദഖയാണ്. എത്ര കാലം വെള്ളം കുടിക്കുന്നുവോ എത്ര കാലം ആ കൊടുത്തവർക്ക് അതിൻ്റെ പുണ്യം കിട്ടുന്നു എന്ന നിലയിലുള്ള ഒരു ജാരിയായ സദഖയായിട്ടാണ് കുടിവെള്ളത്തിനെ കുറിച്ച് പറയുന്നത്. തീർച്ചയായും ആ നിലയിൽ ആ പ്രിയപ്പെട്ട പ്രവർത്തകന്മാർ കാണിച്ച ഈ സേവന മനസ്കരി, ഈ കാരുണ്യ പ്രവർത്തനം പടച്ച തമ്പുരാൻ കബൂൽ ചെയ്യുമാറാകട്ടെ. KMCC ദുബായ് പാറപ്പള്ളി മേഖലാ പ്രസിഡന്റ് PH ബഷീർ അധ്യക്ഷനായി. കാഞ്ഞങ്ങാട് മണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റ് ബഷീർ വെള്ളിക്കോത്ത് മുഖ്യപ്രഭാഷണം നടത്തി. KM അബ്ദുറഹ്മാൻ, TM റഷീദ്, മുസ്തഫ, CPM ലോക്കൽ സെക്രട്ടറി AV കുഞ്ഞമ്പു, K പ്രേമചന്ദ്രൻ, അഡ്വക്കേറ്റ് TV രാജേന്ദ്രൻ, അമ്പലത്തറ കുഞ്ഞികൃഷ്ണൻ, കൃഷ്ണകുമാർ, മുനീസ അമ്പലത്തറ, ജയ, TM മുനീർ തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ദുബായ് പാറപ്പള്ളി മേഖല KMCCയുടെ ധനസഹായ വിതരണം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് AGC ബഷീർ ലീഗ് ഖജാൻജി MK ഹസൈനാറിന് നൽകി നിർവഹിച്ചു. ഓണം കൈത്തറി എക്സ്പോ 2016 സെപ്റ്റംബർ 4 കാഞ്ഞങ്ങാട്ട് ആരംഭിക്കും. സംസ്ഥാന കൈത്തറി വസ്ത്ര ഡയറക്ടറേറ്റ്, ജില്ലാ വ്യവസായ കേന്ദ്രം, ജില്ലാ വികസന സമിതി എന്നിവയുടെ ആഭിമുഖ്യത്തിലാണ് മേള സംഘടിപ്പിക്കുന്നത്. സംസ്ഥാന കൈത്തറി വസ്ത്ര ഡയറക്ടറേറ്റ്, ജില്ലാ വ്യവസായ കേന്ദ്രം, ജില്ലാ കൈത്തറി വികസന സമിതി എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിലാണ് ഓണം കൈത്തറി എക്സ്പോ 2016 കാഞ്ഞങ്ങാട്ട് ആരംഭിക്കുന്നത്. സെപ്റ്റംബർ 4 മുതൽ കാഞ്ഞങ്ങാട് ബസ് സ്റ്റാൻഡിന് സമീപമാണ് മേള നടക്കുന്നത്. കൈത്തറി വസ്ത്രങ്ങളുടെ പ്രദർശനവും വിപണനവുമാണ് മേളയിൽ ഒരുക്കുന്നത്. റവന്യൂ മന്ത്രി E ചന്ദ്രശേഖരൻ മേള ഉദ്ഘാടനം ചെയ്യും. കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർമാൻ VV രമേശൻ അധ്യക്ഷനാവും. വൈസ് ചെയർപേഴ്സൺ L സുലേഖ ആദ്യ വിൽപ്പന സ്വീകരിക്കും. സെപ്റ്റംബർ 13 മേള സമാപിക്കും. കാഞ്ഞങ്ങാട്ട് നടന്ന വാർത്താ സമ്മേളനത്തിൽ ഡെപ്യൂട്ടി രജിസ്ട്രാർ VN ഓമന നൈനാൻ, അസിസ്റ്റന്റ് ജില്ലാ വ്യവസായ ഓഫീസർ NP മറിയം, രവീന്ദ്രൻ, ഗംഗാധരൻ, അശോക് തുടങ്ങിയവർ പങ്കെടുത്തു. മലബാർ ദേവസ്വം ബോർഡ് കാസർഗോഡ് ഡിവിഷനിലെ ജീവനക്കാർക്ക് ശമ്പള കുടിശ്ശിക കൊടുത്തില്ലെന്ന ആക്ഷേപം അടിസ്ഥാനരഹിതമാണെന്ന് മലബാർ ദേവസ്വം ബോർഡ് ഭാരവാഹികൾ അറിയിച്ചു. ബിൽ ഹാജരാക്കിയ ഒരു ക്ഷേത്രത്തിനും കുടിശ്ശിക നൽകാൻ ബാക്കിയില്ലെന്നും അവർ കൂട്ടിച്ചേർത്തു. മലബാർ ദേവസ്വം ബോർഡ് കാസർഗോഡ് ഡിവിഷനിലെ ക്ഷേത്ര ജീവനക്കാരുടെ ശമ്പള കുടിശ്ശിക കൊടുത്തില്ലെന്ന ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് മലബാർ ദേവസ്വം ബോർഡ് കാസർഗോഡ് ഡിവിഷൻ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഇതിനകം ശമ്പള കുടിശ്ശികയുടെ ബില്ല് ഹാജരാക്കിയ മുഴുവൻ ക്ഷേത്ര ജീവനക്കാർക്കും ശമ്പളം കൊടുത്തു കഴിഞ്ഞു. സാങ്കേതിക പ്രശ്നങ്ങളാൽ 3 ക്ഷേത്രങ്ങളിൽ മാത്രമാണ് കുടിശ്ശിക ബാക്കിയുള്ളത്. വയത്തൂർ കാലിയാർ ക്ഷേത്രം, തൃക്കരിപ്പൂർ ചക്രവാണി ക്ഷേത്രം, മടിയൻകൂലം ക്ഷേത്രം എന്നിവയാണ് ഈ 3 ക്ഷേത്രങ്ങൾ. സാങ്കേതിക പ്രശ്നങ്ങൾ സർക്കാർ പരിഹരിച്ചതെന്നാൽ ഉടനെ കുടിശ്ശിക കൊടുത്തു തീർക്കുന്നതാണെന്ന് ഏരിയ കമ്മിറ്റി ചെയർമാൻ കൊയ്യം ജനാർദ്ദനൻ പറഞ്ഞു. മലബാർ ദേവസ്വം ബോർഡിൻ്റെ കാസർഗോഡ് ഡിവിഷനുമായി ബന്ധപ്പെടുന്ന ജീവനക്കാരുടെ വിഷയത്തിൽ പത്രങ്ങളിൽ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുക. ജീവനക്കാരുടെ ശമ്പള കുടിശ്ശിക കൊടുത്ത് തീർക്കുന്നില്ല എന്നുള്ള ഒരു വിഷയത്തിലാണ് പത്രത്തിൽ വാർത്ത വന്നുകൊണ്ടിരിക്കുന്നത്. ചില യൂണിയൻ നേതാക്കന്മാർ, ദേവസ്വമായി ബന്ധപ്പെട്ട് ഉള്ള യൂണിയൻ നേതാക്കന്മാരുടെ പ്രസ്താവനകൾ. കാസർഗോഡ് ഡിവിഷനിലെ 2 കോടി രൂപയാണ് ജീവനക്കാർക്ക് കുടിശ്ശിക തീർക്കാൻ വേണ്ടി നമുക്ക് അനുവദിച്ചു തന്നിട്ടുള്ളത്. അതിൽ 1,37,1474 രൂപ ഇന്നേ വരെ നമ്മൾ കുടിശ്ശിക ഇനത്തിൽ കൊടുക്കാൻ ബാക്കിയുള്ള സംഖ്യ നമ്മൾ കൊടുത്തു തീർത്തിട്ടുണ്ട്. 48 ലക്ഷം രൂപ ആചാരസ്ഥാനികളുടെ വേതനം സെപ്റ്റംബർ 1 മുതൽ കൊടുത്തു തീർക്കുമെന്നും അദ്ദേഹം പറഞ്ഞു.
കാഞ്ഞങ്ങാട്ട് നടന്ന വാർത്താ സമ്മേളനത്തിൽ ഏരിയ കമ്മിറ്റി ചെയർമാൻ കൊയ്യം ജനാർദ്ദനൻ, അംഗങ്ങളായ അർജുനൻ തായലങ്ങാടി, അഡ്വക്കേറ്റ് CK ഗോപിനാഥ്, PV സുരേഷ്, സത്യൻ C ഉപ്പള, വിനോദ് ആവിക്കര, തങ്കം കരുണാകരൻ എന്നിവർ സംബന്ധിച്ചു. പച്ചക്കറി സമൃദ്ധിയൊരുക്കി പൊലിവ് പദ്ധതി. പുല്ലൂർ പെരിയയിലെ പൊലിവ് പച്ചക്കറി കൃഷിയുടെ വിളവെടുപ്പ് ഉത്സവാന്തരീക്ഷത്തിൽ ആരംഭിച്ചു. ഓണവിപണി ലക്ഷ്യമാക്കി സർക്കാർ തുടങ്ങിവെച്ച പൊലിവ് പച്ചക്കറി കൃഷി പദ്ധതിയുടെ വിളവെടുപ്പ് തുടങ്ങി. പുല്ലൂർ പെരിയ പഞ്ചായത്തിലും കുടുംബശ്രീ CDSന്റെ കീഴിൽ മുഴുവൻ കുടുംബശ്രീകളും പച്ചക്കറി കൃഷി ഇറക്കാൻ രംഗത്തിറങ്ങിയിരുന്നു. പച്ചക്കറി കൃഷിയുടെ ആദ്യ വിളവെടുപ്പ് നടത്താനായതിന്റെ ആഹ്ലാദത്തിലാണ് പുല്ലൂർ പെരിയയിലെ 11ാം വാർഡിലെ കുറുമ്പാലത്തെ കുടുംബശ്രീ പ്രവർത്തകർ. കുറുമ്പാലത്തെ സൗഹൃദ കുടുംബശ്രീ പ്രവർത്തകരുടെ കൂട്ടായ്മയിലാണ് പച്ചക്കറി കൃഷി ഇറക്കിയത്. കക്കരിയാണ് പ്രധാനമായും കൃഷി ചെയ്തത്. വെണ്ട, പയർ, വെള്ളരി, മഞ്ഞൾ തുടങ്ങിയവയും കൃഷിയിറക്കിയതിൽ പെടുന്നു. കുടുംബശ്രീ അംഗങ്ങളായ ബിന്ദു, വെള്ളച്ചി, സാവിത്രി, രമ, കാർത്തിയായനി, പാറുക്കുട്ടി എന്നിവരുടെ നേതൃത്വത്തിലാണ് കൃഷിയിറക്കിയത്. മികച്ച പരിചരണം നൽകിയതോടെ പച്ചക്കറി കൃഷിയിലൂടെ നല്ല വിളവും ലഭിക്കുകയുണ്ടായി. ഓണത്തിനു മുമ്പ് പച്ചക്കറി വിപണിയിലെത്തിക്കാനായതിൽ സന്തോഷമുണ്ടെന്ന് കുടുംബശ്രീ പ്രവർത്തകർ പറയുന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് ശാരദ എസ് നായർ വിളവെടുപ്പ് ഉദ്ഘാടനം നിർവഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം P നാരായണൻ, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PV വേലായുധൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ P ബിന്ദു, വാർഡംഗം സീത, കുടുംബശ്രീ CDS ചെയർപേഴ്സൺ K രാധിക, വൈസ് ചെയർപേഴ്സൺ ശ്രീജ, CPM ബ്രാഞ്ച് സെക്രട്ടറി വിനു തുടങ്ങിയവർ നേതൃത്വമേകി. വിഷരഹിതമായ പച്ചക്കറി ഒരുക്കിയതിലൂടെ വിപണിയിലെ വിലക്കയറ്റം പിടിച്ചു നിർത്താനും ലക്ഷ്യമിടുന്നുണ്ട്. ഓണം സമൃദ്ധമാക്കാനായി വിളവെടുത്ത പച്ചക്കറികളെ വിപണിയിലെത്തിക്കാനുള്ള പരിശ്രമത്തിലാണ് കുറുമ്പാലത്തെ കുടുംബശ്രീ പ്രവർത്തകർ. പിലിക്കോട് പഞ്ചായത്ത് കുടുംബശ്രീ CDS ഭക്ഷ്യമേള സംഘടിപ്പിച്ചു. പരിപാടിയുടെ ഭാഗമായി കാർഷിക പരിശീലനവും നടന്നു. പിലിക്കോട് ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDSന്റെ ആഭിമുഖ്യത്തിൽ പടുവളത്തെ ബ്ലോക്ക് ഹാളിൽ വെച്ചാണ് മഹിളാ കിസാൻ ശാക്തീകരണ പരിയോജന പദ്ധതിയുടെ 2ാം ഘട്ട ഉദ്ഘാടനവും കാർഷിക പരിശീലനവും നാടൻ ഭക്ഷ്യമേളയും കാർഷികോപകരണ പ്രദർശനവും സംഘടിപ്പിച്ചത്. ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് നാരായണൻ ഉദ്ഘാടനം നിർവഹിച്ചു. പിലിക്കോട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് P ശൈലജ അധ്യക്ഷയായി. പരിപാടിയിൽ നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ A കൃഷ്ണൻ, ജില്ലാ മിഷൻ കോർഡിനേറ്റർ അബ്ദുൽ മജീദ് ചെമ്പരിക്ക, അസിസ്റ്റന്റ് ജില്ലാ കോർഡിനേറ്റർ KV വിജയൻ തുടങ്ങിയവർ മുഖ്യാതിഥിയായി. M കുഞ്ഞിരാമൻ, K ദാമോദരൻ, TT സുരേന്ദ്രൻ, MK സുരേന്ദ്രൻ തുടങ്ങിയവർ ആശംസയർപ്പിച്ച് സംസാരിച്ചു. V ലീന സ്വാഗതവും PV പ്രസന്ന നന്ദിയും പറഞ്ഞു. നാടൻ പൂക്കൾ പടിയിറങ്ങുമ്പോൾ കാഞ്ഞങ്ങാട് നഗരഹൃദയത്തിൽ കൃഷ്ണമുടി പൂക്കൾ കൂട്ടത്തോടെ വിരിഞ്ഞു. പൂക്കളും അവ തേടിയെത്തുന്ന പൂമ്പാറ്റകളും കൗതുക കാഴ്ചയായി മാറുകയാണ്. തിരക്കേറിയ നഗരയാത്രയും ഗതാഗത സ്തംഭനവും മാലിന്യവും ചളിയും വെള്ളക്കെട്ടുമെല്ലാം നഗരത്തിലെ സ്ഥിരം കാഴ്ചയാവുമ്പോൾ ഓണക്കാലത്ത് ഒരു കുളിർക്കാഴ്ചയായി കൃഷ്ണമുടി പൂക്കളും പൂത്തു. കാഞ്ഞങ്ങാട് നഗരഹൃദയത്തിൽ തന്നെയാണ് ആരെയും ആകർഷിക്കും വിധം പൂക്കൾ പൂത്തുലഞ്ഞത്. ഹനുമാൻ കിരീടമെന്നും കാവടിപ്പൂക്കളെന്നും ആറുമാസ് ചെടിയെന്നുമൊക്കെ അറിയപ്പെടുന്ന പൂക്കളുടെ തോട്ടമാണ് കാഞ്ഞങ്ങാട് ടൗൺ ഹാൾ പരിസരത്ത് ഒരുങ്ങിയിരിക്കുന്നത്. ടൗൺ ഹാൾ പരിസരത്തെ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലാണ് പൂക്കൾ കൂട്ടത്തോടെ വിരിഞ്ഞിരിക്കുന്നത്. കൂട്ടത്തോടെ പൂത്തുലഞ്ഞ പൂക്കൾ തേടി നൂറുകണക്കിന് വർണ്ണ പൂമ്പാറ്റകളും ഇവിടെ എത്തുന്നുണ്ട്. അവസാനമായി പ്രധാന വാർത്തകൾ വീണ്ടും. ദേശീയ പണിമുടക്ക് പൂർണ്ണം. സ്ഥാപനങ്ങളും കടകളും അടഞ്ഞുകിടന്നു. നിരത്തിലിറങ്ങിയത് സ്വകാര്യ വാഹനങ്ങൾ മാത്രം. ദേശീയ പണിമുടക്കിൽ ട്രേഡ് യൂണിയൻ സംഘടനകൾ കൈകോർത്തു. വിവിധ കേന്ദ്രങ്ങളിൽ പ്രകടനവും പൊതുയോഗവും. പണിമുടക്കിന് സേവനമാക്കി രാഷ്ട്രീയ പാർട്ടികളും യുവ കൂട്ടായ്മകളും. കറന്തക്കാട്ട് കാട് വെട്ടിത്തെളിച്ച് BJP പ്രവർത്തകർ. പൗവലിൽ തകർന്ന റോഡ് നന്നാക്കി യുവാക്കൾ. MLAയുടെ കാർ നമ്പറിൽ നിറയുന്നത് വിപ്ലവ പോരാട്ടത്തിന്റെ ഓർമ്മ. കയ്യൂർ സമരത്തിന്റെ ഓർമ്മകളുമായി M രാജഗോപാൽ MLA. മാലിന്യം തള്ളുന്നത് റോഡരികിൽ. പകർച്ചവ്യാധി ഭീഷണിയിൽ ഉദ്യാവാരവാസികൾ.
പഴമയുടെ മഹിമയുമായി പീപ്പിൾസ് കോളേജ് വിദ്യാർത്ഥികൾ. ചിങ്ങക്കളത്തിൽ വിരിഞ്ഞത് ഗ്രഹാതുരത്വത്തിന്റെ സുഗന്ധം. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുന്നു. നമസ്കാരം.